നമ്മുടെ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി. മുഹമ്മദീയത്ത് പഠിച്ചാലാണ് നുബുവത്തും റിസാലത്തും ബോധ്യപ്പെടുക. 40 വയസ്സിന് ശേഷമുള്ളതാണ് നുബുവത്തും റിസാലത്തും. നുബുവത്തും റിസാലത്തും ബോധ്യപ്പെടണമെങ്കിൽ മുഹമ്മദീയത്ത് പഠിക്കണം എന്നാണ്. അബൂ സുഫിയാനോട് ഹിർക്കൽ രാജാവ് ചോദിക്കുന്നുണ്ടല്ലോ, മുഹമ്മദിന് എത്ര വയസ്സായി? 40 വയസ്സ്. ഇതുവരെയായി വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു കേട്ടോ, അന്ന് സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്തേലും ഒന്ന് പറയണല്ലോ എന്ന് എഴുതിയിട്ട് പറഞ്ഞതാ. അത് അണ്ട് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കാനുള്ളൊരു പ്രയാസം കൊണ്ടേ, ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയോന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിർക്കൽ രാജാവ് പറയുന്നുണ്ട്, 40 വയസ്സ് വരെ ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അയാൾ പറയില്ല. കാരണം നുണ പറയുകയാണെങ്കിൽ പറയേണ്ടത് 40ൻ്റെ മുമ്പായിരുന്നു. 40 വയസ്സ് വരെ കളവ് പറയാത്ത ഒരാൾ ഇനി പറയാൻ കഴിയില്ല, സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. നുബുവത്തിന് ശേഷം വിരോധിക്കപ്പെടേക്കാവുന്ന ഒരു കാര്യം നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. സ്വഹാബത്തിൽ നിന്ന് പലരും മദ്യപിച്ചിട്ടുണ്ട് മദ്യം നിരോധിക്കുന്നതിന് മുമ്പ്. പക്ഷേ മുസ്തഫായ നബി തങ്ങൾ മദ്യപിച്ചിട്ടില്ല. നബി തങ്ങൾ മദ്യപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കളിൽ നിന്ന് ആരും മദ്യപിച്ചിട്ടില്ല. അങ്ങനെ ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദീയത്തിനെ പഠിച്ചാൽ നുബുവത്ത് ബോധ്യപ്പെടും എന്നുള്ളതാണ്, റിസാലത്തും ബോധ്യപ്പെടുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് പഠിക്കാൻ മാത്രമുള്ളതാണ്, ഒരുപാട് പഠിക്കാണ്ട് എന്നാണ്. നമ്മളൊക്കെ നമ്മളമ്മ പ്രസവിച്ചാണല്ലോ ഇരിക്കണം. എല്ലാവരും ഇമ്മാര് പ്രസവിച്ചാണല്ലോ. ഉമ്മ പ്രസവിക്കാത്ത സ്വാലിഹ് നബിയുടെ ഒട്ടകം പാറിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു, ബാക്കിയൊക്കെ ഉമ്മാര് പ്രസവിച്ചതാണ്. നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ 3 ആളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഉമ്മ ഏതായാലും ഉണ്ട്, ഉമ്മാൻ്റെ അമ്മയുണ്ട്, ഒരു മിഡ് വൈഫർ, ഒരു നഴ്സ്, പ്രസവം എടുക്കാനുള്ള ഒരു സ്ത്രീ ഉണ്ടാവും. 3 ആൾ ചുരുങ്ങിയതുണ്ടാവും. ഈ 3 ആൾ നമുക്ക് ഓർമ്മയില്ലല്ലോ, ഉമ്മാക്കും ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മളെ ചെവിക്കുണ്ടായ ഏറ്റവും വലിയ ദൗർഭാഗ്യം. നമ്മളെ ചെവിക്കുണ്ടായ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്നു എന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നാൽ ഉറങ്ങൽ പതിവുണ്ട്. ഉറങ്ങുമ്പോൾ നെറ്റിത്തടം വിയർക്കും. ആ വിയർക്കുന്ന നെറ്റിത്തടത്തിലെ വിയർപ്പ് ഹഫ്സ ബീവി തുടച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ട് സുഗന്ധമാക്കി ഉപയോഗിക്കൽ പതിവുണ്ടായിരുന്നു. ആ വിയർപ്പ് എടുത്ത് വെച്ചിട്ട് സുഗന്ധമായിട്ട് ഉപയോഗിക്കും. നമ്മളെ കൈ ഇങ്ങനെ ഒന്ന് വരുതിയിട്ട് ഇങ്ങനെ വാസനിച്ച് നോക്കിയാൽ കോഴിക്കൂടിലേക്ക് തലട്ടമാതിരി ഉണ്ടാവും. എന്നിട്ട് ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ വലിയ അക്രമം വേറെ എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയ അക്രമം എന്താ ഉള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് പോയാൽ നബിതങ്ങൾ മടങ്ങി വന്നതിൻ്റെ ശേഷം ഞാൻ ആ സ്ഥലത്ത് പലതവണ പോയി നോക്കിയിട്ടുണ്ട്, ഒന്നും കാണാറില്ല. ഭൂമി വിഴുങ്ങലായിരുന്നു പതിവ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമോ മൂത്രമോ ആരും കാണാറുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറയാം. മനുഷ്യനാണെന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല, സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹസായിസുകൾ, പ്രത്യേകതകൾ ബോധ്യപ്പെട്ടാലല്ലാതെ ഈമാൻ നിലനിൽക്കൂല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മരിക്കുമ്പോൾ വേദന ഉണ്ടാവുമെന്ന്. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. സത്യത്തിൽ
മരിക്കുന്നതിന് മുമ്പായിട്ട് ബോധം പോവും. ബോധം പോയിട്ട് പിന്നെയാണ് മരിക്കുക. ബോധം ആദ്യം പോവും. കണ്ണ് യാത്ര പറയലാണ് ബോധം നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളം. മനുഷ്യൻ്റെ കണ്ണാണ് ആദ്യമായിട്ട് മരിക്കുക. വാപ്പ നമ്മളെ നോക്കണമെന്ന് നമുക്കിങ്ങനെ തോന്നും, പക്ഷെ നോട്ടം ആദ്യം അവസാനിപ്പിക്കും. നോട്ടമാണ് ആദ്യം അവസാനിപ്പിക്കുന്നത്. നോട്ടം അവസാനിക്കലാണ് ബോധം പോകുന്നതിൻ്റെ അടയാളം. ബോധം പോയിട്ട് പിന്നെ ഏത് മനുഷ്യനും മരിക്കുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഒരാൾ മരിക്കുകയാണെങ്കിലും ആദ്യം ബോധം പോവും, പിന്നെ മരിക്കും. 1 മണിക്കൂർ കൊണ്ട് മരിക്കുകയാണെങ്കിലോ 4 ദിവസം കൊണ്ട് മരിക്കുകയാണെങ്കിലും ആദ്യം ബോധം പോവും, പിന്നെ മരിക്കും. അങ്ങനെയാണ്. അപ്പം മരിക്കുന്നതിന് മുമ്പ് ബോധം പോകും. ശരിക്കും ഇപ്പോൾ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി നടക്കുകയാണെന്ന് വിചാരിക്കുക. വേദന അറിയാതിരിക്കാൻ വേണ്ടി ബോധം കെടുത്തല്ല. ബോധം പോയാൽ പിന്നെ വേദന അറിയാൻ പാടില്ലല്ലോ. എന്നാലും മരിക്കുമ്പോൾ വേദന ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസം പോയാൽ അതിൻ്റെ ഒപ്പം സ്വർഗത്തിലുള്ള വിശ്വാസം പോകും, നരകത്തിലുള്ള വിശ്വാസം പോകും. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന വിശ്വാസം പോകും. ഖുർആനിനെ ആക്ഷേപിക്കുന്നവർ ഖുർആനോടുള്ള എതിർപ്പുകൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ ഇസ്ലാമിൻ്റെ നിയമങ്ങളോടോ വ്യവസ്ഥിതിയോടോ ഉള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്, സിറാകുന്നു, രഹസ്യമാകുന്നു. ഈ ഉലകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മുഹമ്മദ് നബിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഉണ്ടായതെല്ലാം, നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെല്ലാം, ഇനി ഉണ്ടാവാൻ പോകുന്നതല്ല. ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോണത് മഹ്ശറയുള്ളൂ. ഇനിയിപ്പോൾ വരാൻ പോണൊരു സംഗതി എന്ന് പറഞ്ഞത് മഹ്ശറയാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് ചോദിക്കണം, ഈ മഹ്ശറ എന്തിനുള്ളതാണ്? നമ്മൾ നന്മ തിന്മകൾ എഴുതിയ ഏട് വിതരണം ചെയ്യുക, അത് തൂക്കുക, ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും തിരിക്കുക. അതിനെന്തിനാ 50,000 കൊല്ലം? മഹ്ശറ 50,000 കൊല്ലം ഉണ്ടല്ലോ ഏറ്റവും ചുരുങ്ങിയത്. എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാൽ 50,000 വർഷം ഉണ്ടാവും മഹ്ശറ എന്നാണ്. 50,000 കൊല്ലം കഴിഞ്ഞിട്ട് ഹിസാബ് തുടങ്ങും. തുടങ്ങിയാൽ എപ്പോഴാണ് തീരുക? അത് തുടങ്ങിയേക്കിന് തന്നെ തീരും. അള്ളയാണ് നോക്കണത്. അല്ലാതെ ആൽഫബറ്റിക് ഓർഡറിൽ ഇങ്ങനെ വരി നിർത്തിയിട്ട് പേര് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആദ്യം വിളിക്കുക, സൈനുദ്ദീനൊക്കെ കുടുങ്ങിയ എന്നെ അവസാനം വിളിക്കും എന്ന് വിചാരിക്കണ്ട. ഞാനോ കഴിച്ചില്ല, എൻ്റെ പേര് അഹമ്മദ് സാലിം എന്നാണ്. അങ്ങനെ വിചാരിക്കണ്ട. എല്ലാവരും ഒപ്പണ്ട് വിളിക്കും. അള്ളയാണ് നോക്കണത്, അല്ലാതെ വേറെ എവിടെയും പട്ടിക നോക്കല്ല. നോക്കലങ്ങോട്ട് തുടങ്ങി കിട്ടണമെങ്കിൽ 50,000 കൊല്ലം കഴിയണം. എന്തിനാണ് 50,000 കൊല്ലം? ഹിസാബ് നടത്താനാണെങ്കിൽ ചെന്നേക്കിന് തന്നെ തുടങ്ങിയാൽ മതിയല്ലോ. 50,000 കൊല്ലം എന്താ പരിപാടി? ഒരു പണിയില്ല, മേപ്പെട്ട് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുക. ഒരു പണിയില്ല. ഞെരിയാണി വരെ വിയർപ്പ്, കാൽമുട്ട് വരെ വിയർപ്പ്, അര വരെ വിയർപ്പ്, തൊണ്ട വരെ വിയർപ്പ്, ചെവി വരെ വിയർപ്പ്, മൂക്ക് വരെ വിയർപ്പ്. വിയർപ്പിൽ മുങ്ങിത്താവുന്നവരും അർശിൻ്റെ നിഴൽ കൊള്ളുന്ന 7 വിഭാഗവും അങ്ങനെ നിൽക്കുക. അവിടെ അങ്ങനെ കുറേ വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. 50,000 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ തമ്മ പറയും, എന്താ ഇപ്പം ഈ നൃത്തം, നമ്മളെവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ.